ഹലോ. എന്തായാലും എനിക്കെന്നാ ഒരു ഉഷാറ് കുറവ് പോലെ. ഉഷാറ് കുറവൊന്നുമില്ലല്ലോ അതിനു. ഉണ്ട്. ഇന്നും അങ്ങനെ തോന്നി. ആ, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ. അതെന്താ അങ്ങനെ? അല്ല, എനക്ക് ഇത് ആകുന്നതിന് മുമ്പ് നീ എടുത്തിട്ട് പോയി കളയുന്നില്ല ഇപ്പൊ. അങ്ങനെയുണ്ട്, അതിനൊന്നും ആയിട്ടില്ല. ഇല്ല, 2-3 ദിവസമായില്ലേ നീ അങ്ങനെ ചെയ്യുന്നു. അങ്ങനല്ല, അതനക്കാം അതിനു പറയണ്ടേനു. നീ അനു ഇപ്പൊ പണ്ടത്തെ പോലത്തെ ഒന്നും അല്ലല്ലോ. അതൊന്ന് അനുവിന് അത് ഞാൻ അറിയില്ല. ഞാൻ വിചാരിച്ച അനുവിനല്ലോ അനുവിന്റെ സമയം കഴിഞ്ഞല്ലേ. ഉം. ഇപ്പൊ ഫോൺ അടിക്കൽ കുറവ്. ഫോണടിക്കല് കുറവാ. പിന്നെ ഞാൻ ശരിക്കും ഡ്രൈവിംഗ് എല്ലാം പഠിച്ച് എന്നാലും ഇനി ഓണം അടിക്കണോ നല്ലോണം. പിന്നെ ഡ്രൈവിംഗ് പഠിച്ചു വരുമ്പല്ലേ ഫോൺ അടിക്കല് കൂട്ടണ്ടത്. അനു അത് പറയണ്ടേ. ഇല്ല, ഓടിക്കുന്ന ഇത് വണ്ടി അറിയണ്ടേ. ഞാൻ ഓടിക്കുമ്പോ വണ്ടി അറിഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പൊ എന്നിട്ട് കുറച്ചായി അറിയൽ കുറവ്. എന്നിട്ട് വണ്ടി നല്ലോണം ഇത് റോട്ട് പോകുന്ന ഇങ്ങനെ പൊളയുന്നുണ്ടല്ലോ. പൊളിയായിരിക്കും, നേർക്ക് പോകുന്നില്ലല്ലോ. എന്താ ഞാൻ എന്നിട്ട് നല്ലോണം ഓണെല്ലാം അടിച്ചില്ലല്ലോ. അല്ല, എനക്ക് തോന്നുന്നില്ലല്ലോ ഓൺ അടിക്കുന്നുണ്ട്. 1-2 പ്രാവശ്യല്ലേ, അത്ര പോരാ. നല്ലോണം അമർത്തി അടിക്കണം. അതാ പറഞ്ഞ വണ്ടി അറിയുന്നില്ലാന്ന്. വണ്ടിക്ക് ഇത്ര സ്ട്രോങ് വേണമെന്നുള്ള ഞാൻ അറിയുന്നില്ലല്ലോ. എന്നാലല്ലേ ഒരു വണ്ടിക്കൂലി ഇത് വേണ്ടേ. ഞാനെന്നിട്ട് നല്ല ബാക്കിയെല്ലാം നല്ല ഇതിലാണല്ലോ ചെയ്തിന്. ഗിയർ മാറ്റുമ്പോ വണ്ടിക്ക് സ്പീഡും കുറവാ. ഗിയർ ഇടുന്നത് ശരിയല്ല. ഗിയർ ഇടുന്നത് ശരിയായിട്ടില്ല. ഇല്ല, എന്നാലും അന്നേരം അതിന് പറയണ്ടേ. എന്നാല് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ഞാൻ നോക്കുമ്പോ അതിന് നല്ല ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഇതാക്കുന്നുണ്ട്, നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നീ ഇത് ഒറ്റക്കെല്ലാം ചെയ്യുന്ന വിചാരിച്ചിട്ടില്ലേ. ഞാൻ നല്ല ഇതിൽ തന്നെ ചെയ്തിരുന്നു. ഇന്നങ്ങനത്തെ വേറെ ഇതൊന്നും ഇല്ലേനു. ആദ്യമെല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ നീ ഒറ്റക്ക് എല്ലാം ചെയ്യായിരിക്കും, പഠിച്ചു കഴിഞ്ഞില്ലേ. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ ഇപ്പൊ എല്ലാം ബാക്കോട്ടാണല്ലേ. അതൊന്നല്ല, എനക്ക് തോന്നുന്നല്ല അനുവിന് എന്തോ പോരാന്ന് തോന്നുന്നുണ്ട്. അത് എന്നാന്ന് അനുവിനോട് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. അതെ, നിന്റെ ഡ്രൈവിംഗ് ശരിയാകുന്നില്ല ഇപ്പൊ. സ്റ്റിയറിംഗ് ഓടിക്കുന്ന ശരിയില്ല. അതെന്താ അങ്ങനെ? അതല്ലേ വണ്ടി പൊളഞ്ഞു പോകുന്നു. അല്ല, ഇതിനു മുന്നേ നിന്റെ അനു ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അനു പറഞ്ഞു പിന്നെ നല്ലതേനു. അപ്പൊ അനുവിന്റെ എനിക്ക് എന്തോ ഒരു പറ്റിയിട്ടുണ്ടല്ലേ. ഒന്നും പറ്റിയിട്ടില്ലല്ലോ അനു. ഉണ്ട്, ഞാൻ 2-3 ദിവസമായി ശ്രദ്ധിക്കുന്നു. എല്ലാ ഞാൻ പണിയും മയ്യൊക്കെ വന്നതിന്റെ ക്ഷീണം ഉണ്ടായിരുന്നു കുറച്ച്, അതുകൊണ്ടാണോ? ക്ഷീണം കൊണ്ടാണോ ഇങ്ങനെ പറ്റുന്നേ? ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടല്ലേ വണ്ടി ഓടിച്ചാ മതി. നിനക്ക് പറ്റൂല. വീട്ടിൽ നിന്ന് കുടിച്ചില്ലായിരുന്നു അന്നേരം അല്ലപ്പോ അനുവും കയറി കുടിക്കൂലേ? അതിനെന്നാ ഞാൻ അതുകൊണ്ട് അന്നേരം പണിയെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട് കുളിക്കുമ്പോ അതൊരു ശരിയില്ലാതെ തോന്നിയോണ്ടല്ലേ. ശരിയാവുക ഞാനും കൂടി ഉണ്ടാവുമ്പോ. എന്നാല് അന്നേട്ടം പോലെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൂടിയോ? വെളിച്ചെണ്ണ നീക്ക് പറ്റൂലെന്ന് പറഞ്ഞിട്ടല്ലേ.
അന്ന് പറ്റി അന്നേരം നല്ലില്ലേ വെളിച്ചെണ്ണയിലുള്ള അതിന് നല്ലുണ്ടെന്നല്ലേ പറഞ്ഞു. അതെ, എനിക്കത് പറ്റുന്നില്ലല്ലോ, കുളിക്കാനും പറ്റൂല. വെളിച്ചെണ്ണ അടിച്ചിട്ട് അവിടുന്ന് കുളിക്കാണ്ട് പിന്നെയും ഡ്രസ്സിലിട്ട് വീട്ടിലേക്ക് പോകണ്ടായിരുന്നു. അത് വെളിച്ചെണ്ണ തേച്ചിട്ട് കുളിക്കണം. അപ്പൊ പിന്നെ ഡ്രൈവിംഗ് നല്ല ഒരു ഉഷാറ് വരുമല്ലോ. പണിയും മതിയാക്കിട്ട് കുളിച്ചിട്ട് പോകുമ്പോ വീട്ടിൽ നിന്ന് അമ്മ വിചാരിക്കും ഇവന് കിടന്നത് കുളിച്ചിട്ടെല്ലാം വരുന്നു. ആ, നീ പറയണ ഞാനൊരു പുഴയിലേക്ക് ഇനി ഇറങ്ങി ഇത് കുളിച്ചതാണ്. എന്നിട്ട് അമ്മ ഇവിടെ അതേതാ പോകാന്ന്. അതൊരു പുഴയുണ്ട്. ഞാൻ ഇപ്പൊ പണിക്ക് പോകുന്ന ഭാഗത്ത് പുഴയൊന്നുമില്ല, നമുക്കറിയാം. അല്ല, ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിലേക്ക് ഒരു പുഴയുണ്ട്. ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നത് രാവിലെ നമുക്ക് അറിയില്ലേ, ഇത് വൈകുന്നേരല്ലേ. പക്ഷെ പിന്നെ ഇന്നോട് ഞാനൊന്ന് പറഞ്ഞിട്ടെ, ഇത് അമ്മയോടൊന്നാ ഇതെല്ലാം പറയേണ്ടത്. ചോദിച്ചാലാ പറഞ്ഞ, ചിലപ്പോ ചോദിക്കൂലേ മുടിയെല്ലാം നനഞ്ഞിട്ട് കാണുമ്പോ. പിന്നെ വീട്ടിൽ പോയി കുളിക്കാണ്ടിരിക്കുകയും ചെയ്യുമ്പോ വീട്ടിൽ പോയിട്ട് എനിക്കും കൂടി കുളിക്കണം. ഡ്രൈവിംഗ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് കുളിക്കുന്നത് നല്ലതാ. അനുവിന് എനിക്ക് തോന്നുന്നു അന്നെല്ലാം ഹൈ ഗിയറിലെല്ലാം ഇട്ടിട്ടില്ല. ഇന്ന് ഹൈ ഗിയറിലൊന്നും ഇടാതെ കൊണ്ടായിരിക്കും അനുവിന് തോന്നിയിട്ടുണ്ടാവും. അനുവല്ലേ പറഞ്ഞു ഇതാണ് ഹൈ ഗിയർ. അനു അന്നേരം ഇങ്ങനെ ശരിയാവുക? ശരിയാണ്ട് അനുവിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, എനക്കെന്നാ കുഴപ്പോ? അടുത്തടുത്ത് രണ്ടിലും ആകുമ്പോ ഒരു കുഴപ്പമില്ല. എന്നാ അനുവിന് വെളിച്ചെണ്ണ എടുത്തു കൂടിയോ? ഉള്ളതേ ശരിയില്ല, പിന്നെ എന്തിനാ വെളിച്ചെണ്ണ കൂടി? വെളിച്ചെണ്ണ ഇല്ലേ ഭയങ്കര നീറ്റലായിരിക്കും. അനുവിനല്ല അനക്ക് അന്ന് വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ടാണ് കുഴപ്പമില്ലാണ്ട് പോയത്. അതിന് മുമ്പല്ല അനു പറയുമ്പോ ഭയങ്കര നീറ്റലുണ്ടായിരുന്നു. അല്ലേ ആകാതെ അതിങ്ങനെ വേറൊന്ന് മറ്റേ ഇതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഏത് അത് നീറ്റുന്നല്ലോ? അല്ല, നീറ്റലുണ്ട് എന്ന് പറയുന്നത് പറയാം. അത് വെളിച്ചെണ്ണ ഇല്ലാതെ മുമ്പൊഴിക്കാനും അങ്ങനെ എന്നെ കൊണ്ട് ജയിക്കിച്ചിട്ടില്ലേ? ഹൈ ഗിയറിലിട്ടിട്ട് എന്ന് പറഞ്ഞ അത് ഹൈ ഗിയർ കയറ്റം കയറാൻ ഉപയോഗിക്കുന്നല്ലേ? അതെ. ഇതൊരു കയറ്റം കയറൽ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ കേരളം എല്ലാം കൂടി താഴോട്ടേക്കാ പോകുന്നു. അത് ഇനി ഞാൻ അന്ന് അനു പറഞ്ഞത് ഇനി ശരിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്ന് പറഞ്ഞത്. ഇന്നത്തെ തീരെ ശരിയായില്ല അല്ലേ? ഇല്ല, ഇങ്ങനെ തന്നെ ആയിരിക്കുവോ നിന്റെ ഡ്രൈവിംഗ്? എന്റെ ഡ്രൈവിംഗ് ഇങ്ങനെയൊന്നും ആയിരിക്കൂല, ഞാൻ എന്നെ ശരിയാക്കും. അല്ല, ഇനി ആ പയ്യനെ പഠിപ്പിക്കേണ്ടി വരുമോ? അനുവിന് ഇനി ഡ്രൈവറെ മാറ്റേണ്ട പരിപാടിയാ? അതെ. ഒന്നും വേണ്ടായിരുന്നു. അനുവിനെ അങ്ങനെ വിചാരിക്കുവാ? അല്ല, നീ ശരിയാക്കൂ. ഞാൻ ശരിയാക്കും. ശരിയാക്കിയാണ് എനിക്ക് നല്ലത്, വേഗം പഠിക്കാം. അതെ, ശരിയാകുന്നില്ലെങ്കിൽ അത് പറഞ്ഞു തന്നൂടെ? നിനക്ക് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു തന്നു അങ്ങനെയല്ല ഇങ്ങനെയാണ്? ആദ്യമെല്ലാം ശരിക്ക് ചെയ്തിട്ടില്ലേ പറഞ്ഞു തന്നിട്ട്? എന്നിട്ട് ഇന്നൊക്കെ പറഞ്ഞു തന്നിട്ടൊന്നുമില്ലല്ലോ, ഞാൻ വന്നേരല്ലേ പറഞ്ഞേ. ഞാൻ പിന്നെ ഇങ്ങനെ പറയണ്ടേ, നിന്റെ മൂഡ് കളയണ്ടാന്ന്. അല്ല, അനുവിന് ശരിക്ക് ഓയിലൊന്നും ഇത് പുറത്തേക്ക് വന്നിട്ടില്ലാണ്ട് ഞാൻ പറഞ്ഞുകൂടെ? ശരിയായിട്ടില്ല. അതില് ഞാനിപ്പം പറഞ്ഞത്. ഇനി അന്നേരം നോക്കിക്കൂടെ നല്ലോണം? മറ്റേ അനു എന്നോട് പറയില്ല അങ്ങനെ ഇങ്ങനെ ഇപ്പൊ അനു
അതൊന്നും പറയാതെ കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എല്ലാം ശരിയായിരിക്കും. അതിന് വേണ്ട വിധത്തിലുള്ള ആകുന്നുണ്ടാവും. എനിക്ക് പേടിയുണ്ട് ശരിക്കും. എന്തിന് പോകുമ്പോ പേടിയൊന്നുമില്ല. അല്ല എനിക്ക് ഇതിനു മുമ്പ് നീ എടുത്ത് പോന്നോണ്ട് ചോദിക്കാം. ആവുന്നില്ല. എന്തിനാ പേടി? പേടിയൊന്നുമില്ല. അതിന് പറയണ്ടേ? ശരിയാക്കോ? ഞാനിപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ശരിയാക്കോ? എന്നാലും അനുവിനോട് പറയണേ ആയില്ല. അനുവിന് മറ്റിത്രയൊന്നും സമയം എടുക്കില്ലല്ലോ. അതെങ്ങനെയാണ്? ഇപ്പൊ സമയം കൂടി വരുന്നുണ്ട്. അല്ലെങ്കിലും കുറച്ചധികം സമയം നല്ലതാണ്. അധിക സമയം അങ്ങനെ സമയം എനക്ക് കിട്ടണ്ടേ? അത് നിനക്കങ്ങനെ തോന്നുന്നതാ. നിനക്ക് കുറച്ച് സമയമല്ലേ വേണ്ടു. അല്ല എനിക്ക് കുറെ സമയം വേണം. അപ്പൊ എനിക്ക് തോന്നുന്നതാണ്. അടുത്തതിന് ശരിയാക്കാം. ശരിയാക്കിയിട്ടില്ല ഞാൻ ഡ്രൈവറെ മാറ്റുവേ. ശരി.